333 ഡിവൈൻ മിറാക്കിൾ മലയാളം ടാരോ കാർഡ് റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടുഡേയ്സ് മെസ്സേജസ് ഫോർ യു. റിമെയിൻ പോസിറ്റീവ് ആൻഡ് വെയിറ്റ് എന്നുള്ളതാണ് കിട്ടിയിട്ടുള്ളത്. ഇന്നത്തെ ദിവസത്തെ സന്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾ കൂടുതലായിട്ടും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലാണ് കോൺസെൻട്രേഷൻ കൊടുക്കേണ്ടത്. നിങ്ങളുടെ തോട്ട്സും ബിലീവ്സും നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. അതിൽ എവിടെയെങ്കിലും നെഗറ്റീവായിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്നുള്ളത് നിങ്ങൾ പരിശോധിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ അത് റിമൂവ് ചെയ്യുക. നിങ്ങൾക്ക് നെഗറ്റിവിറ്റിയെ ഓവർകം ചെയ്യാൻ സാധിക്കും. എനിക്ക് സാധിക്കില്ല, ഞാനതിന് കൊള്ളില്ല, അങ്ങനെയൊക്കെയുള്ള ആ ഒരു നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നിങ്ങൾ പറയാതിരിക്കുക. അതുപോലത്തെ ചിന്തകളും അതുപോലത്തെ വാക്കുകളും നിങ്ങളെ പിറകോട്ട് വലിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. അതിന് പകരം നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ കൊണ്ട് നിറയ്ക്കുക. എനിക്കതിന് സാധിക്കും, ഞാനാണ് അതിന് ഏറ്റവും യോജിക്കുക, അതുപോലത്തെ കാര്യങ്ങൾ നിങ്ങളെപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുക. മറ്റുള്ളവർ ഇന്നത്തെ ദിവസം നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഒരു സജഷൻസ് ചോദിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ ഒരു അഡ്വൈസ് നിങ്ങളുടെ അടുത്ത് നിന്ന് എടുക്കുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങൾ അവരെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്കിനിയിപ്പോൾ സജഷൻസ് ഒന്നും പറയാൻ പറ്റുന്ന ഒരാളല്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് അവരുടെ കാര്യങ്ങളൊന്ന് കേൾക്കുകയെങ്കിലും ചെയ്യുക. നിങ്ങൾക്ക് വരാനിരിക്കുന്ന സൗഭാഗ്യങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുക. നിങ്ങൾ ഉറക്കമുണരുമ്പോൾ പ്രഭാതത്തെ നോക്കിയിട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിനോട് നിങ്ങൾ വളരെയധികം ഐശ്വര്യത്തിലും സന്തോഷത്തിലുമാണ് ജീവിക്കുന്നത്, അതിന് ഞാൻ യൂണിവേഴ്സിന് നന്ദി പറയുന്നു. ഈ ഒരു അഫർമേഷനോട് കൂടി തന്നെ നിങ്ങളുടെ ഒരു പ്രഭാതം ആരംഭിക്കുക. അപ്പോൾ ആ ദിവസത്തെ മുഴുവൻ പോസിറ്റിവിറ്റിയും നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. കാരണം യൂണിവേഴ്സിന് അതിൻ്റേതായിട്ടുള്ളൊരു ടൈം കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയെയോ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഒരു സൗഭാഗ്യത്തെയോ കാത്തിരിക്കുകയായിരിക്കാം. ചില പേരെങ്കിലും വളരെയധികം ട്രാൻസ്ഫോർമേഷനിലൂടെ ആയിരിക്കാം കടന്നു പോകുന്നത്. വളരെയധികം സങ്കടങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു ബാലൻസ് കിട്ടുന്നുണ്ടാവില്ല. നിങ്ങൾ വളരെയധികം സങ്കടത്തിലുമായിരിക്കാം. അങ്ങനെയുള്ള ആ ഒരു അവസരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം നിങ്ങളുടെ സോൾ ലേണിംഗ് ആണെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ ഈ അനുഭവങ്ങളെല്ലാം നിങ്ങളെ ഉടച്ചു വാർക്കലാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ആ ഒരു ലേണിംഗ് നിങ്ങളുടെ സോളിനെ ശുദ്ധീകരിക്കുന്നതാണ്. ഈ ഒരു സന്ദർഭം എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവുന്നതാണ്. നിങ്ങൾ ഈ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഇനി വരാനിരിക്കുന്നത് സൗഭാഗ്യത്തിൻ്റെ നാളുകളാണ്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടത്. കുറച്ചുകൂടി നിങ്ങൾ വെയിറ്റ് ചെയ്യുക. നിങ്ങളിലേക്ക് വരാനിരിക്കുന്ന ആ ഒരു ട്രഷറിന് വേണ്ടിയിട്ട്, ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ കാത്തിരിക്കുക. യൂണിവേഴ്സിന് നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള ഒരു ടൈം കൊടുക്കുക. നിങ്ങൾക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനും ചില വ്യക്തികളുടെ സ്വഭാവം മനസ്സിലാക്കാനും നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടം സഹായിക്കും. വരാനിരിക്കുന്ന സൗഭാഗ്യത്തെക്കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക, വെയിറ്റ് ചെയ്യുക. അത് അധികം ദൂരെയല്ല, നിങ്ങളുടെ തൊട്ടടുത്ത് വന്നെത്തിക്കഴിഞ്ഞു. ഇന്നത്തെ ദിവസം നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്യാൻസൽ എന്ന സ്വിച്ച് വേർഡ് ഉപയോഗിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ ഓവർ തിങ്കിങ്ങിനെ ഒഴിവാക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ നെഗറ്റീവായിട്ടുള്ള പീപ്പിൾസ് നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങുമ്പോഴും നിങ്ങൾക്ക് ക്യാൻസൽ എന്ന സ്വിച്ച് വേർഡ് പറയാവുന്നതാണ്. അവരിലെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാനും നിങ്ങൾക്കത് സഹായമാകും. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ആ ഒരു സ്വിച്ച് വേർഡ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കേഞ്ചൽ ജോഫയലിനോട് പ്രാർത്ഥിക്കാവുന്നതാണ്. ആർക്കേഞ്ചൽ ജോഫയൽ പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു പ്രെയർ പറയാവുന്നതാണ്. നിങ്ങൾ കാത്തിരിക്കുന്നത് നല്ലൊരു ജോബോ അല്ലെങ്കിൽ വ്യക്തിയോ ആയിരിക്കാം. എന്തുമാകട്ടെ, പോസിറ്റീവായിട്ടിരിക്കുക, വെയിറ്റ് ചെയ്തിരിക്കുക. ശുഭദിനം ആശംസിക്കുന്നു.